കടലും കായലും ഒന്നിച്ച് അലയടിക്കുന്ന ആ സ്ഥലമാണ് ഇവിടെ ഒരു കാഴ്ച തന്നെയാണ്. പരവൂരിലെ കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ പരവൂരിലെ പൊഴിക്കരയ്ക്ക് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുകളിലാണ്. ക്ഷേത്ര ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമുക്കറിയാം, ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ചൂണ്ടയിടാൻ വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആർക്കും ഇവിടെ വന്ന് രക്ഷിക്കാൻ കഴിയില്ല. അത്രയും വളരെയേറെ ശൂന്യമായ സ്ഥലമാണ്. ശൂന്യമായ നിങ്ങളേവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പെട്ടുപോകരുത്. പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പാറയാണ് നാല് ചുറ്റും. ആർക്കും വന്ന് ഇറങ്ങി രക്ഷിക്കാൻ പറ്റത്തില്ല. കായലും കടലും മലയടിക്കുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകരെ കൂട്ടിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കാണുമ്പോൾ. കടലും കായലും ഉള്ള ഒരു വടംവലി, അല്ലെങ്കിൽ ഒരു കടലും കായലുമായി വടംവലിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് നമുക്ക് തത്സമയം കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചൂണ്ടയിടാനായി നിരവധി ചെറുപ്പക്കാർ നമുക്ക് കാണാം. ചൂണ്ടയുമായി വളരെ പ്രതീക്ഷയോടെ രാവിലെ വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമുക്ക്. അവരെല്ലാം വന്ന് തങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ പാറയുടെ ഇടയിലൊക്കെ കാലൊക്കെ വീണ് പെട്ടുപോയി കഴിഞ്ഞാൽ, പക്ഷേ ചൂണ്ടയിടാൻ നിരവധി ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ചൂണ്ടയിട്ട് വരുന്ന നടപ്പിന് സ്റ്റെപ്പുണ്ട് അവിടെ. ആ ഇവിടെയാണ് ചൂണ്ടയിടുന്നത്. വളരെ കടലിലെ മീനെയൊക്കെ ഒരുപക്ഷെ ഇവിടെ തന്നെ പിടിക്കാൻ പറ്റും. കാരണം കടലിലെയും കായലിലെയും മീനുകളെ ഒരുപക്ഷെ ഏതെങ്കിലും വന്ന് ഇവരെ ചൂണ്ടയിൽ പെടും. അതേപോലെ തന്നെ കടലിലെ മീനുകളും ഇങ്ങോട്ട് കയറുമ്പോൾ, വെള്ളക്കയറ്റം വരുമ്പോൾ ഒരുപക്ഷെ കടലിലെ മീൻ ഈ കായലിലേക്ക് കടന്നു വരുമ്പോൾ ചൂണ്ടയിൽ പെടും. അങ്ങനെയാണ് ഇവിടെ 2 സൈസ് മീനെയാണ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാവുന്നത് പിടിക്കുന്നവർക്ക്. കായൽ മീനുകളും വരാറുണ്ട്, കടൽ മീനുകളും ഒന്നിച്ച് ഒരു അതിർത്തി എന്ന് നമുക്ക് പറയാം. ഇവിടെ അലയടിക്കുന്നത് ഇവിടെ വരെ. കടലിലെ മീന് മറ്റൊരു രുചി, കായലിലെ മീന് മറ്റൊരു രുചിയാണ്. അപ്പോൾ 2 മീനും ഇവിടെ വന്ന് ഇവർ കൂടി നമ്മളൊക്കെ ഒരേ ഏരിയയിൽ പോകുമ്പോൾ, ഒരേ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ പറയേ കേരളം അല്ലെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞു തമിഴ്നാട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. എന്ന് പറയുന്നതൊക്കെ അവർക്ക് കൊണ്ടൊരു രാജ്യം. ഇവിടെയാണ് ബോംബെ. കാരണം അങ്ങോട്ട് പോയാൽ ബോംബെയാണ്. ഇവിടെ കേരളമാണ് ഈ കായൽ എന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പോലെ മീനുകൾക്കും അവർക്കും പറയാൻ കഴിയും. കാരണം അത്രയും വലിയൊരു അതിർത്തി ഉള്ളൊരു സ്ഥലമാണ്. 2 സൈസ്, 2 ഭാഷയിൽ നമ്മൾ കറി വെച്ച് കഴിച്ചാലും 2 രീതിക്കുള്ള രുചിയുള്ള മീനുകളാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. അതാണിപ്പോൾ. അപ്പോൾ പരവൂരിൽ നിന്നും ക്യാമറ സന്തോഷ് കുമാറിനോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.